എല്ലാവർക്കും നമസ്കാരം. ഭാഗവത മാഹാത്മ്യത്തിൽ 1-ാം അധ്യായത്തിൽ 30 തൊട്ട് 36 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവും സാരവും പറയാം. എല്ലാവർക്കും നമസ്കാരം. സത്യം നാസിതപശൗര്യം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവ വരാഗാകുടഭാഷിണഃ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹുപദ്രുതാഃ പാഖണ്ഡനിരതാസന്തോ വിരക്താസപരിഗ്രഹാഃ തരുണീ പ്രബോധാംഗേഃ ചാലകോ ബുദ്ധിദായകഃ കന്യായാ വിക്രയോ ലോഭ ദമ്പതേനാഞ്ജകൽഗനം ആശ്രമായ വനേ യുദ്ധ തീർത്ഥാനി സരിതസ്തദാ ദേവതായതനാന്യത്ര ദൃഷ്ടേ നഷ്ടാനി ഭൂരിശ ന യോഗീ നൈവ സിദ്ധോവ ന ജ്ഞാനീ സത്ക്രിയോ നരഃ ഫലിതാവാനലേനാദ്യ സാധനം ഭസ്മദാംഗതം അട്ടശൂലാ ജനപദ ശിവശൂലാ ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. ഉദരം ഭരിണ ഉദരത്തെ ഭരിക്കുന്നവർ, വരാക നിസ്സാരന്മാർ, കുടഭാഷിണ കളവ് പറയുന്നവർ, ഉപദ്രവിക്കപ്പെടുന്നവർ, പാഖണ്ഡനിരത വേദവിരുദ്ധ മാർഗത്തിൽ തൽപരന്മാർ, സപരിഗ്രഹ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവർ, വിരക്ത വിഷയവിമുഖന്മാർ, ഗേഹേ ഗൃഹത്തിൽ തരുണീ പ്രഭൂത സ്ത്രീകൾക്ക് പ്രഭുത്വത്തോടു കൂടിയ നില, ശാലക കോമാളി, ബുദ്ധിദായക ബുദ്ധിയെ ഉപദേശിക്കുന്നവൻ, കൽക്കനം കലഹം, ദേവതായ തന ക്ഷേത്രങ്ങൾ, ദാവാനല കാട്ടുതീയെ, അട്ടം അന്നം, ശൂലം വിക്രിയം, ശിവം വേദം, കേശം ഭഗം അല്ലെങ്കിൽ യോനി. കലിപ്രവേശം നിമിത്തം ഭൂലോകത്തിൽ കാണപ്പെടുന്ന ദോഷങ്ങളെ ശ്രീ നാരദമുനി സനൽകുമാരാദികളോട് വിസ്തരിച്ചു പറയുന്നു. സത്യം, തപസ്, ശൗചം, ദയ, ദാനം എന്നിവ ജനങ്ങളുടെ സമുദായത്തിൽ കാണപ്പെടുന്നില്ല. ജനങ്ങൾക്ക് വയർ നിറയ്ക്കണമെന്നേ ഒരു താല്പര്യമുള്ളൂ. നിസ്സാര വിഷയത്തെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി കളവ് പറയുന്നവരുമായി ഇരിക്കുന്നു. ഉത്സാഹഹീനന്മാരും ആചാരശൂന്യന്മാരുമായിരിക്കുന്ന അശക്തന്മാരെ ശക്തന്മാർ ഉപദ്രവിക്കുന്നു. വേദവിരുദ്ധാചാരങ്ങളിൽ ആ താല്പര്യം കാണപ്പെടുന്നു. ഭാര്യ സ്വീകാരം ചെയ്തിരിക്കുന്നവർ വിഷയവിരക്തന്മാരെന്ന പോലെ ഗൃഹധർമ്മ വിമുഖന്മാരായിരിക്കുന്നു. ഭവനങ്ങളിൽ അധികാരം സ്ത്രീകൾക്കായിരിക്കുന്നു. കോമാളികൾ മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ പുറപ്പെടുന്നു. ധനാശ നിമിത്തം കന്യകകളെ മാതാപിതാക്കന്മാർ ആർക്കാനും വിൽക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ എപ്പോഴും കലഹം തന്നെ. ആശ്രമധർമ്മങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും പുണ്യതടാകങ്ങളെയും ദുഷ്ടന്മാർ വിരോധിക്കുന്നു. ദുഷ്ടന്മാർ അനേകം ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നു. യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ തൽപര വൃത്തിനിരതനോ ആയ ആളുകളെ കാണുന്നില്ല. ഉപരി ശ്രേയസ്സിനെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന സദാചാരരൂപമായ സാധനം കലിയാവുന്ന കാട്ടുതീയിൽ വെന്ത് ഭസ്മമായിരിക്കുന്നു. ദേശങ്ങൾ തോറും അന്നവിക്രയം കാണപ്പെടുന്നു. ബ്രാഹ്മണൻ വേദങ്ങളെ വിൽക്കുന്നു. അധികാര നിരൂപണം ചെയ്യാതെ വേദോക്ത കർമ്മങ്ങളെ വിലയ്ക്ക് വിൽക്കുന്നുവെന്ന് സാരം. സ്ത്രീകൾ ധനാശ നിമിത്തം വ്യഭിചരിക്കുന്നു. ഇപ്രകാരമുള്ള ദോഷങ്ങൾ ഈ ലോകത്തിൽ കലികാലത്ത് കാണപ്പെടുന്നു. ശ്ലോകം 36. ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാഹരേരഭൂത്
ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാവന്നോ യത്ര ലീലാഹരേരഭൂത്. ഇപ്രകാരം കലിദോഷങ്ങളെ നോക്കിക്കൊണ്ട് ഭൂമിയിൽ പല ദിക്കിലും സഞ്ചരിച്ച ഞാൻ ശ്രീകൃഷ്ണ ലീലകൾ നടന്നിരുന്നതായ യമുനാ നദിയുടെ തീരത്തിലെത്തി. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം